എസ് ശങ്കറിന്റെ സംവിധാനത്തിൽ ജൂലൈ 12-ന് റിലീസ് ചെയ്യുന്ന സിനിമയാണ് ഇന്ത്യൻ 2. അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു ഫ്രീഡം ഫൈറ്റർ, യെസ്, ആൻ ഏജിംഗ് ഫ്രീഡം ഫൈറ്റർ, വീരശേഖര സേനാപതി. സിനിമയെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും വളരെ മികച്ച ത്രില്ലർ എക്സ്പീരിയൻസ് നൽകിയ ഒരു മൂവിയാണ് 1996-ൽ പുറത്തിറങ്ങിയ ഇന്ത്യൻ. ഒരു പിതാവ് സ്വന്തം മകനെതിരെ നീതിമാനായി മാറുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇന്ത്യയിലെ ധാർമ്മികത, അഴിമതി, കുടുംബ ബന്ധങ്ങൾ എന്നിവയെ ചോദ്യം ചെയ്യുന്ന തമിഴ് ബ്ലോക്ക് ബസ്റ്റർ മൂവിയാണ് ഇന്ത്യൻ. കമൽഹാസൻ ഇരട്ട വേഷത്തിലാണ് ഈ സിനിമയിൽ എത്തുന്നത്. അച്ഛനായ സേനാപതി എന്ന വേഷവും മകനായ ചന്ദ്രബോസ് എന്ന ചന്ദ്രു എന്ന വേഷവുമാണ് കമൽഹാസൻ അവതരിപ്പിക്കുന്നത്. സമൂഹത്തിലെ അഴിമതിയെ കേന്ദ്രമാക്കിയ ഈ ചിത്രം 3 ദേശീയ അവാർഡുകൾ നേടി ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ എൻട്രി ആയിരുന്നു. AR റഹ്മാനാണ് ഈ സിനിമയ്ക്ക് സംഗീതം ചെയ്തിരിക്കുന്നത്. ഈ മൂവിയിലെ എല്ലാ ഗാനങ്ങളും ഐക്കോണിക് ഹിറ്റുകളായിരുന്നു. സേനാപതിയായ കമൽഹാസന്റെ 2ാം വരവിനായി നാം എല്ലാവരും കാത്തിരിക്കുകയാണ്. ഫസ്റ്റ് പാർട്ടായ ഇന്ത്യൻ എന്ന സിനിമ കാണാത്തവർക്കും കണ്ട് മറന്നുപോയവർക്കുമായി ഇന്ത്യൻ പാർട്ട് 1ന്റെ ഒരു റീക്യാപ്പിലേക്ക് നമുക്ക് പോകാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു വയോധികൻ, അതായത് സേനാപതി, കോർപ്പറേഷൻ ഓഫീസിലേക്ക് പോകുന്നതും കൈക്കൂലി വാങ്ങാൻ ശ്രമിക്കുന്ന ഓഫീസറെ വധിക്കുന്ന രംഗങ്ങളുമാണ് കാണിക്കുന്നത്. തുടർന്ന് സേനാപതിയുടെ മകനായ ചന്ദ്രബോസ് എന്ന ചന്ദ്രു ചെന്നൈയിലെ RTOയ്ക്ക് പുറത്ത് ജോലി ചെയ്യുന്ന ഒരു ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നതും കാണാം. ഡ്രൈവിംഗ് ലൈസൻസ് വേണോ? 365 ചന്ദ്രുവും അദ്ദേഹത്തിന്റെ സഹായി സുബ്ബയ്യയും RTOയ്ക്കുള്ളിലുള്ള ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി അനുമതി പത്രങ്ങളും ലൈസൻസുകളും നേടിയെടുക്കാൻ ആളുകളെ സഹായിക്കുന്നു. ഐശ്വര്യ എന്ന മൃഗസ്നേഹിയാണ് ചന്ദ്രുവിന്റെ കാമുകി. അതേസമയം RTO ഉദ്യോഗസ്ഥന്റെ മകൾ സപ്ന എന്ന മെഡിക്കൽ വിദ്യാർത്ഥിയുമായി ഐശ്വര്യ സംഘർഷത്തിലാകുന്നു. RTOയിൽ ബ്രേക്ക് ഇൻസ്പെക്ടർ ജോലി നേടാൻ ചന്ദ്രു സപ്നയെയും കുടുംബത്തെയും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. കലാപത്തിൽ കൊല്ലപ്പെട്ട ഭർത്താവിന് പകരമായി സർക്കാർ നൽകിയ 10,000 രൂപ നഷ്ടപരിഹാരം വാങ്ങാൻ കൈക്കൂലി ആവശ്യപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ കൊല്ലുന്നതാണ് സേനാപതിയുടെ അടുത്ത പ്രതികാരം. ചെന്നൈ പോലീസ് വകുപ്പ് CBI ഓഫീസറായ കൃഷ്ണസ്വാമിയുടെ നേതൃത്വത്തിൽ കൊലയാളിയെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. സർക്കാർ ട്രഷറിയിലെ ഉദ്യോഗസ്ഥനെ കൊല്ലുമ്പോൾ കൊലയാളി പിന്നിൽ വെച്ച കത്തിന്റെ കയ്യക്ഷരത്തിൽ നിന്ന് അയാളുടെ പ്രായം 70 വയസ്സിന് മുകളിലായിരിക്കാമെന്ന് ഇവർ നിഗമനത്തിലെത്തുന്നു. സേനാപതി, അദ്ദേഹം ഒരു സ്വാതന്ത്ര്യസമര സേനാനിയും സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലുള്ള INAയുടെ അംഗവുമാണെന്ന് ഇവർ തിരിച്ചറിയുന്നു. സ്വാതന്ത്ര്യ സൈനിക സമാൻ പെൻഷൻ പദ്ധതിക്ക് അർഹനായ സ്വാതന്ത്ര്യ സമര സേനാനിയായി വേഷം കെട്ടി CBI ഓഫീസർ കൃഷ്ണസ്വാമി സേനാപതിയുടെ വീട്ടിലെത്തുന്നു. സേനാപതിയുടെ ഭാര്യ അമൃതവല്ലി തന്റെ ഭർത്താവിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ കൃഷ്ണസ്വാമിക്ക് വിവരിച്ചു കൊടുക്കുന്നു. 1940-ൽ ബ്രിട്ടീഷ് വിരോധിയായ ചെറുപ്പക്കാരിൽ ഒരാളായിരുന്നു വീരശേഖരൻ സേനാപതി. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ബ്രിട്ടീഷുകാരുടെ അതിക്രമങ്ങളെ എതിർക്കുകയും അതിനെതിരെ പോരാടുകയും ചെയ്യുന്നവരായിരുന്നു സേനാപതിയും അമൃതവല്ലിയും. ഒരിക്കൽ അമൃതവല്ലിയെ ബ്രിട്ടീഷുകാർ ആക്രമിക്കുന്നത് കാണുന്ന സേനാപതി ബ്രിട്ടീഷുകാരെ തിരിച്ച് ആക്രമിക്കുന്നു. ബ്രിട്ടീഷ് വിരോധവും രാജ്യസ്നേഹവും ഒരുപോലെ മനസ്സിൽ സൂക്ഷിക്കുന്ന അപരിചിതരായ മനുഷ്യരായിരുന്നു ഇരുവരും. ഒരിക്കൽ വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുന്ന ഒരു സമരത്തിൽ ബ്രിട്ടീഷുകാരുടെ കൊടും ക്രൂരതയ്ക്ക് അടിമകളാകേണ്ടി വന്ന സ്ത്രീകളിൽ ഒരാളായിരുന്നു അമൃതവല്ലി.
പിന്നീട് അവിടെ എത്തുന്ന സേനാപതി അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ നൽകി അവളെ തന്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുകയാണ്. ഈ ക്രൂരതയ്ക്ക് പകരമായി സേനാപതിയും കൂട്ടരും ബ്രിട്ടീഷുകാരുടെ ബംഗ്ലാവ് തകർക്കുകയും അവരുടെ ഓഫീസറെ വധിക്കുകയും ചെയ്യുന്നു. ഇതിനുശേഷം അദ്ദേഹം സുഭാഷ് ചന്ദ്രബോസിന്റെ INAയിൽ ചേരാൻ പോവുകയാണ്. പിന്നീട് നാഗാലാൻഡിൽ വെച്ച് നടക്കുന്ന യുദ്ധത്തിനിടയിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ പിടിയിലാവുകയും ക്രൂരമായി മർദ്ദിക്കപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിലൂടെ സേനാപതിയും സ്വതന്ത്രനായി. സേനാപതിയെ അറസ്റ്റ് ചെയ്യാനായി എത്തിയ കൃഷ്ണസ്വാമിയിൽ നിന്നും മർമ്മവിദ്യയിലുള്ള പരിജ്ഞാനം കൊണ്ട് സേനാപതിയും ഭാര്യ അമൃതവല്ലിയും രക്ഷപ്പെടുന്നു. പിന്നീട് ഒരു മർമ്മവിദഗ്ധൻ കൃഷ്ണസ്വാമിയെ സുഖപ്പെടുത്തുന്നതായും കാണിക്കുന്നു. രക്ഷപ്പെട്ട സേനാപതി സിറ്റിയിലെ ഹോസ്പിറ്റലിലെത്തി ഒരു ഡോക്ടറെ പിടികൂടുകയും ലൈവ് ടെലിവിഷൻ സദസ്സിൽ വെച്ച് അയാളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. ഡോക്ടറോടുള്ള പ്രതികാരത്തിന്റെ ഭൂതകാലത്തിലേക്കാണ് പിന്നീട് കടക്കുന്നത്. മകനായ ചന്ദ്രബോസും മകളായ കസ്തൂരിയും അടങ്ങുന്ന ഒരു ചെറിയ സന്തുഷ്ട കുടുംബമായിരുന്നു സേനാപതിയുടേത്. സത്യസന്ധതയിലും നീതിബോധത്തിലും അമിതമായ നിർബന്ധം പുലർത്തുന്ന പിതാവുമായി ചന്ദ്രുവിന് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. കൈക്കൂലി നൽകി ജോലി നേടാൻ ശ്രമിച്ച ചന്ദ്രുവിനെ സേനാപതി തടഞ്ഞതിന്റെ പേരിൽ ചന്ദ്രു വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നു. പിന്നീട് അശ്രദ്ധമായി ഗ്യാസ് ഉപയോഗിച്ച മകൾ കസ്തൂരിക്ക് പൊള്ളലേൽക്കുകയും പൊള്ളലേറ്റ് ആശുപത്രിയിലെത്തിയ മകൾക്ക് കൈക്കൂലി നൽകാത്തതിന്റെ പേരിൽ ചികിത്സ നിഷേധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കസ്തൂരി മരണത്തിന് കീഴടങ്ങി. ഇതാണ് സേനാപതിയുടെ പ്രതികാരത്തിന്റെ തീ ആളിക്കത്തിക്കുന്നത്. മകളുടെ മരണത്തിന് കാരണക്കാരായ പോലീസ് ഓഫീസർ, വില്ലേജ് ഓഫീസർ, ഡോക്ടർ എന്നിവരെ വധിക്കുകയാണ് സേനാപതി. പല അഴിമതിക്കാരെയും തുറന്നു കാട്ടുന്ന സേനാപതിക്ക് ജനപിന്തുണ വർദ്ധിക്കുന്നു. കൈക്കൂലി നൽകി ബ്രേക്ക് ഇൻസ്പെക്ടറായി ജോലി നേടിയ ചന്ദ്രു കൈക്കൂലി വാങ്ങി ഒരു ബസ്സിന് സുരക്ഷാ സർട്ടിഫിക്കറ്റ് നൽകുന്നു. ആ ബസിന്റെ ബ്രേക്ക് തകരാറിലാകുന്നു. അത് പിന്നീട് 40 കുട്ടികളുടെയും ഡ്രൈവറുടെയും മരണത്തിന് കാരണമാവുകയാണ്. ഡ്രൈവർ മദ്യപിച്ചാണ് വണ്ടി ഓടിച്ചതെന്ന് തെളിയിക്കാൻ ചന്ദ്രു ശ്രമിക്കുകയും ഒരു പോലീസുകാരനെയും ഡോക്ടറെയും കൈക്കൂലി നൽകി സ്വാധീനിക്കുകയും ചെയ്യുന്നു. എന്നാൽ സേനാപതി ചന്ദ്രുവിനെ പിടികൂടുകയും മറ്റുള്ളവർക്ക് നൽകുന്ന അതേ ശിക്ഷ, മരണം, നൽകാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ ചന്ദ്രുവിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ സേനാപതിയെ കൃഷ്ണസ്വാമി പിടികൂടുകയും ജയിലിലടയ്ക്കുകയുമാണ്. സേനാപതി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് ചന്ദ്രുവിനെ കൊല്ലാൻ പോകുന്നു. ചന്ദ്രുവിന്റെ ജീവൻ വെറുതെ വിടണമെന്ന് അമൃതവല്ലിയും ഐശ്വര്യയും അപേക്ഷിച്ചിട്ടും
മുംബൈയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ചന്ദ്രുവിനെ പിടികൂടാൻ സേനാപതി വിമാനത്താവളത്തിലേക്ക് പോകുന്നു. വിമാനത്താവളത്തിൽ വെച്ച് നടക്കുന്ന പിന്തുടരലിനൊടുവിൽ സേനാപതി കണ്ണീരോടെ തന്റെ മകനെ കൊലപ്പെടുത്തുകയും ഒരു വിമാനവും ജീപ്പും ഉൾപ്പെടെ സ്ഫോടനത്തിൽ മരിക്കുന്നതായി തോന്നിപ്പിക്കുകയും ചെയ്യുന്നു. റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ജീപ്പ് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് സേനാപതി രക്ഷപ്പെട്ടതായി കൃഷ്ണസ്വാമി കണ്ടെത്തുന്നു. ഹോങ്കോങ്ങിൽ നിന്ന് സേനാപതി കൃഷ്ണസ്വാമിയെ വിളിച്ച് തന്റെ സാന്നിധ്യം ആവശ്യമുള്ളപ്പോഴെല്ലാം താൻ തിരിച്ചു വരുമെന്ന് അറിയിക്കുന്നു. ഹലോ. 1996 ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ ഈ സിനിമയുടെ രണ്ടാം ഭാഗത്തിനായി നമുക്കും കാത്തിരിക്കാം. അഴിമതിക്കെതിരെ സേനാപതിയുടെ പോരാട്ടം ഇനി എങ്ങനെയെല്ലാം ആയിരിക്കും, എല്ലാം കാത്തിരുന്ന് കാണാം. വെയിറ്റ് ആൻഡ് വാച്ച്.